ചില പ്രമുഖ താരങ്ങളെ തൻ്റെ സിനിമയിൽ നിന്നും ഒഴിവാക്കിയ സംവിധായകരെപ്പറ്റി ആലപ്പി അഷ്റഫ് വെളിപ്പെടുത്തിയത് വൈറലായി മാറിയിരിക്കുന്നു. നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ബോയിങ് ബോയിങ് എന്ന സിനിമയ്ക്ക് ശേഷം യേശുദാസിനെ തൻ്റെ സിനിമകളിൽ നിന്നും പ്രിയദർശൻ ഒഴിവാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ എന്നെന്നും കണ്ണേട്ടൻ എന്ന ചിത്രത്തിന് ശേഷം ജഗദീഷ് ശ്രീകുമാറിനെ ഫാസിൽ തൻ്റെ സിനിമകളിൽ നിന്ന് ഒഴിവാക്കിയ കാര്യവും അദ്ദേഹം പങ്കുവച്ചു. പക്ഷേ ആ ഒഴിവാക്കൽ മറ്റുള്ളവർക്ക് കടന്നു വരാനും ഉയർന്നു പോകാനുമുള്ള ഒരു വഴിയായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രിയദർശൻ സംവിധാനം ചെയ്ത ബോയിങ് ബോയിങ് എന്ന സിനിമയുടെ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സമയം മ്യൂസിക് ഡയറക്ടർ രഘുകുമാർ, ഗാനരചയിതാവ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംവിധായകൻ പ്രിയദർശൻ, നിർമ്മാതാവ് എവർഷൈൻ ലക്ഷ്മണൻ എല്ലാവരും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലുണ്ട്. രചയിതാവും മ്യൂസിക് ഡയറക്ടറും യേശുദാസിന് പാട്ട് വരിയും പറഞ്ഞുകൊടുത്തു. യേശുദാസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. അപ്പോൾ ആ മുറിയിൽ നിന്നും എല്ലാവരോടും ഇറങ്ങിപ്പോവുവാൻ വേണ്ടി യേശുദാസ് ആവശ്യപ്പെട്ടു. യേശുദാസ് ആവശ്യപ്പെട്ടത് പ്രകാരം എല്ലാവരും ഇറങ്ങിപ്പോയി. പക്ഷേ സംവിധായകൻ പ്രിയദർശൻ മാത്രം അവിടെയിരുന്നു. നിർമ്മാതാവ് അത് സംവിധായകനാണെന്ന് യേശുദാസിനോട് പറഞ്ഞു. ആണെങ്കിൽ എന്താ എന്നായിരുന്നു യേശുദാസ് തിരിച്ച് ചോദിച്ചത്. ഇത് പ്രിയദർശൻ കേട്ടു. കണ്ണീരോടെ പ്രിയദർശൻ ആ റൂമിൽ നിന്നും ഇറങ്ങി. പിന്നീട് തൻ്റെ സിനിമകളിലൊന്നും തന്നെ യേശുദാസിനെ കൊണ്ട് പാടിച്ചില്ല. അത് സത്യത്തിൽ ഗുണമായത് MG ശ്രീകുമാറിനായിരുന്നു എന്ന് ആലപ്പി അഷ്റഫ് പറഞ്ഞു. പ്രിയൻ്റെ മറ്റ് ഹിറ്റ് സിനിമകളിലെല്ലാം തന്നെയും പ്രിയൻ ശ്രീകുമാറിനെ വെച്ച് പാടിക്കാൻ തുടങ്ങി. അതെല്ലാം സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റായി മാറുകയും ചെയ്തു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പ്രിയദർശൻ താളവട്ടം എന്ന ചിത്രം സംവിധാനം ചെയ്യുമ്പോൾ സംഗീത സംവിധായകൻ രഘുകുമാറിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് യേശുദാസ് ഒരു പാട്ട് പിന്നീട് പാടുന്നതും. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ റെക്കോർഡിംഗ് സമയത്തുണ്ടായി എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. രാത്രി ഒരു 8 മണിക്കാണ് ഹരിമുരളീരവം